സ്മാർട്ട് ടോക്കിലെ ഇന്നത്തെ അതിഥിക്ക് എന്ത് വിശേഷണം കൊടുത്ത് പരിചയപ്പെടുത്തും എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനിടയിലെ ഒരു മികച്ച കമ്മ്യൂണിറ്റി ലീഡർ കൂടിയാണ്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് EP അബ്ദുറഹ്മാൻ സാറെ. സ്മാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു അപ്പുണ്ണി. ഒരുപാട് സന്തോഷം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്, ഒരു കമ്മ്യൂണിറ്റി ലീഡറായിട്ടാണോ ഒരു ബിസിനസ്മാൻ ആയിട്ടാണോ പരിചയപ്പെടുത്തുന്നത്? ഞാൻ കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിലാവട്ടെ. ഓക്കെ, കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സുകാരൻ. എന്തായാലും കമ്മ്യൂണിറ്റി വിഷയങ്ങളിലേക്ക് വരാം. തികച്ചും സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കെയർ ആൻഡ് ക്യൂർ എന്ന് പറയുന്ന സ്ഥാപനം ഏകദേശം 65ഓളം ഔട്ട്ലെറ്റുകൾ ഖത്തറിലുണ്ട്. 25ാം വർഷത്തിലെത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ആ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പ്രേക്ഷകരോടും പങ്കുവയ്ക്കുന്നത്? 25 വയസ്സുള്ള ഒരു യുവാവാണ് എന്ന രീതിയിൽ തന്നെ കാണാം. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രായമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സെന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 25 വർഷം എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ അടുത്ത ഒരു 25 വർഷങ്ങൾക്ക് ശേഷം ഇതിനെ ആര് നയിക്കുമെന്നോ ആരൊക്കെ ഈ കമ്പനിയിൽ ഉണ്ടാകുമെന്നോ നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഒരു തിരിഞ്ഞുനോട്ടമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. പണ്ട് കടമ്മനിട്ട പറഞ്ഞതുപോലെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു തിരിഞ്ഞുനോട്ടം. അതോടൊപ്പം തന്നെ പുതുമയിലേക്ക്, പുതിയ ഒരു ചക്രവാളത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ്. അപ്പോൾ കെയർ ആൻഡ് ക്യൂർ ഫാമിലി വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ വന്ന വഴികളിലൂടെ ഒന്ന് ഓടിച്ചു പോവുകയും അതോടൊപ്പം തന്നെ പഠിച്ച പാഠങ്ങൾ അതിൽ നല്ലതെല്ലാം ആവർത്തിക്കാൻ ഉറക്കുകയും പിന്നെ പറ്റിപ്പോയ തെറ്റുകളും ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണ്. കെയർ ആൻഡ് ക്യൂർ കുറേയേറെ മുന്നോട്ട് എത്തിയിട്ടുണ്ട്, ഇനിയും ഏറെ പോവാനുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടിയാണ്. ആദ്യത്തെ ഔട്ട്ലെറ്റ് എവിടെയായിരുന്നു? 2000-ലാണ് ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. അത് സൂഖ് ഫാലെ ഏരിയ. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പൊളിച്ചു. ഫനാർ ബിൽഡിങ്ങിന് മുമ്പിലായിട്ട് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിക്കുകയും നമ്മൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ യാത്രയിൽ ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? യാത്ര ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓർത്തെടുത്ത് പോകാനുള്ള നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്? തീർച്ചയായും എൻ്റെ കൂടെ അന്ന് അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല ബിസിനസ് തുടങ്ങുന്നത്. അന്ന് എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ഡോക്ടർ മോഹൻ തോമസ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഹസൻ കുഞ്ഞി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഖത്തറി പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പം ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ അവരുടെ അന്നത്തെ പ്രൊഫൈൽ വെച്ചിട്ട്, അവരുടെ ബിസിനസ് സൈസ് വെച്ചിട്ട് ഒരു ഫാർമസിയുടെ ആ ഒരു ബിസിനസ് അത്ര വലുപ്പമുള്ളതല്ല എന്ന് തോന്നിയതുകൊണ്ടും അത് എനിക്ക് എന്നോട് സ്വയം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഒറ്റയ്ക്കായിട്ട് മാറുകയാണ്. പിന്നീട് എൻ്റെ അനിയനെ ഞാൻ അതിൽ പാർട്ണറായിട്ട് കൂട്ടി. ഇപ്പോൾ ഞങ്ങൾ 2 പേരുമാണ് പാർട്ണേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 65 ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം 3 ഔട്ട്ലെറ്റ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അത് എവിടെയൊക്കെയാണ്? ഇന്നലെയാണ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 3 നടന്നത്. അത് ഒന്ന് ഗറാഫയിൽ, 2 ഗറാഫയിൽ, 1 ഗറാഫ റയ്യാനിൽ, 1 പിന്നെ കർത്തിയാത്തിൽ. 3 ഫാർമസി. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഫാർമസി വലിയൊരു മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ ഓഫ് ദ മൈക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, 48 മണിക്കൂറിൽ ഈ ഫാർമസിയിൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ കെയർ ആൻഡ് ക്യൂർ ഡെലിവറി ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് സാധ്യമാക്കിയത്? എങ്ങനെയാണ് ഇപ്പം കെയർ ആൻഡ് ക്യൂർ 1 മണിക്കൂറിലാണ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഡെലിവറിക്കുള്ള അതിൻ്റെ ഓപ്പറേഷണലായിട്ട് ഒരുപാട് ചാലഞ്ചുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞത്, ഈ 48 മണിക്കൂർ ഒരിക്കലും ഒരു മെഡിസിന് വേണ്ടി ആരും കാത്തിരിക്കില്ല. അപ്പോൾ ഒബിയസ്ലി ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ അസുഖത്തിനാണ് മരുന്ന്. ആ അസുഖത്തിൻ്റെ വേദന സഹിച്ചുകൊണ്ട് 48 മണിക്കൂർ കാത്തിരിക്കണമെന്നൊരാളോട് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ മരുന്ന് കിട്ടിയിരിക്കണം. അതാണ് അവരുടെ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറുടെ നീഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അയാളുടെ ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് ഒരു ഫാർമസി ബിസിനസ്സിലാകുമ്പോൾ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്.
അപ്പോൾ ആ ഒരു നീഡ് മീറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെയാണോ വേണ്ടത് അത് ബാക്ക്വേർഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓബിയസ്ലി ഈ സാധനം ഒരു ഓൺലൈനിൽ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് അത് എവിടെയാണുള്ളത് എന്നുള്ള സോഴ്സ് ചെയ്ത് ആ ട്രാൻസ്പോർട്ടിങ്ങിലൂടെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദോഹയുടെ ഒരു ജിയോഗ്രഫി വെച്ചുകൊണ്ട് അതിന് 1 മുതൽ 2 മണിക്കൂർ വരെ മതി. അപ്പോൾ അത് ചെയ്യാനുള്ള മെക്കാനിസം നമുക്കുണ്ടാവുക, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയും അതിനുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ചോദിക്കുക, അതിനനുസരിച്ചിട്ട് നമുക്കത് വയബിളാക്കിയെടുക്കാം. അപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഓരോ ഓർഡർ ഇപ്പോൾ പിന്നെ ബക്രയിലാണ്, അടുത്ത ഓർഡർ ഉണ്ടാവുക കർത്തിയാത്തിലായിരിക്കും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളക്ട് ചെയ്ത് പോവുക. നമ്മൾ വോള്യം ബിൽഡ് ചെയ്യുകയും വോള്യം ബിൽഡ് ചെയ്തുകൊണ്ട് കുറേശ്ശെയായിട്ട് 4 ഡിഫറെൻറ്റ് ഹബ്ബുകളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങി. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തും ഡെലിവറി എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു MD എന്ന നിലയിൽ ഒരു ഫാർമസി ബിസിനസ്സിൽ കൊടുക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇത് ഭയങ്കര ഇമോഷണലി എന്താ പറയുന്നത്, ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. അവിടെ ഒരു മൂല്യം വേണം. ഒരു ചെയർമാനും MDക്ക് ഒരു മൂല്യം ഉണ്ടാവുമല്ലോ. അദ്ദേഹം കാണുന്ന ആ മൂല്യവും വാല്യൂസും തന്നെയാണ് നിങ്ങളുടെ സ്റ്റാഫിലേക്കും വരുന്നത്. അബ്ദുറഹ്മാൻ സാറ് കാണുന്ന ആ ഒരു വാല്യൂ എന്തൊക്കെയാണ്? ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാനതിനെ കാണുന്നത് ഫാർമസിസ്റ്റ് എന്ന ആ ഒരു വാക്കിൽ തന്നെ 2 വാക്കുകളുണ്ട്. ഒന്ന് ഫാർമയും രണ്ടാമത്തത് അസിസ്റ്റുമാണ്. ഈ ഫാർമ എന്ന് പറയുന്നതാണ് അതിൻ്റെ സയൻസ് പാർട്ട്, അതിൻ്റെ മെഡിസിനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഫസ്റ്റ് പാർട്ടിൽ വരുന്നു. അസിസ്റ്റ് എന്ന് പറയുന്നത് കെയർ ആണ്. അതിപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്തമാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേരിലും വന്നിരിക്കുന്നത്, കെയർ ആൻഡ് ക്യൂർ എന്നുള്ളതാണ്. അതിന് 2 വാക്കുകളാണെങ്കിൽ കെയർ ആൻഡ് ക്യൂറിൻ്റെ ക്യൂർ എന്ന് പറയുന്നത് സയൻസും കെയർ എന്ന് പറയുന്നത് അതിൻ്റെ അസിസ്റ്റുമാണ്. ആ അസിസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്, ക്യൂർ എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും വരുന്നതാണ്. ഇതിൻ്റെ കോമ്പിനേഷനാണ് എന്ത് വന്നാലും നമ്മളുടെ ഈ ഒരു മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയും അതിൻ്റെ വാല്യൂസും തന്നെയാണ് ഞങ്ങളുടെ പേരിൽ വിട്ടിരിക്കുന്നത്. നമ്മുടെ ടാഗ് ലൈനും അവർ നെയിം അവർ പ്രോമിസ് ആണ്. അപ്പോൾ കെയർ ആൻഡ് ക്യൂർ ഈസ് അവർ നെയിം ആൻഡ് ദാറ്റ് ഈസ് അവർ പ്രോമിസ് ഓൾസോ. അപ്പോൾ വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വി കെയർ. ഓക്കെ. സർ, ഇനി എനിക്കുള്ളത് 2 ചോദ്യങ്ങളാണ്. നമ്മൾ ഈ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും പറയുന്ന പോലെ തന്നെ ഒരു കാര്യമാണ്. അതായത് ഈ ഫാർമസി മേഖലയിൽ അല്ലെങ്കിൽ ഫാർമ കെയർ മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാർമ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് എല്ലാവർക്കും മാറേണ്ടി വന്നു, എല്ലാവരും വന്നു. അതല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും വിഷനും എന്താണ് അതിൽ? സ്വാഭാവികമായിട്ടും ആളുകൾ കൺവീനിയൻസിൻ്റെ പുറകെയാണ്. അപ്പോൾ കൂടുതൽ അധ്വാനിക്കാനാവില്ല, എല്ലാം തങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും നമ്മൾ അന്വേഷിച്ചു പോകുന്നതിന് പകരം അങ്ങനെ തേടി വരിക എന്നുള്ളൊരു സംഗതിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത് അവരുടെ നീഡ്സ് എന്താണെന്നും അവരുടെ കൺസേൺസ് ആൻഡ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ആ ഒരു സർവീസ് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ AI കാലമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റുകൾ ഈ ഹെൽത്ത് കെയറിൽ വളരെ അധികമുണ്ട്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ തന്നെയാണ് എല്ലാവർക്കും കിട്ടേണ്ടത്. അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നു എന്നത് മാത്രമേ ചോദ്യമുള്ളൂ. കെയർ ആൻഡ് ക്യൂറിൻ്റെ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ആളുകളെ പേഴ്സണലൈസ്ഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയും അവർക്ക് ആ കെയർ കൊടുക്കാൻ കണ്ടിന്യൂ ചെയ്യണം ആ ഒരു എഫേർട്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 5 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആകും എന്നുള്ളത് തന്നെയാണ് അല്ലേ? 5 വർഷം കഴിഞ്ഞാലും ഇപ്പോഴുള്ള രീതിയിൽ തന്നെ സംഗതികൾ പോകുമെന്നുള്ളതല്ല, പക്ഷേ ആളുകളുടെ ഇമോഷൻസിനും അവരുടെ പെയിനും അഡ്രസ്സ് ചെയ്യുന്നതിന് അപ്പോഴൊക്കെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിന് നമ്മൾ അതാത് സമയങ്ങളിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു സംഗതി ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആളുകളെ വരുത്തുക എന്നുള്ളതിനേക്കാളും അവരെ അറിഞ്ഞ് അവർക്ക് വേണ്ടി ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. അതോടൊപ്പം തന്നെ മറ്റൊരു പാർട്ടിലേക്ക് വരുന്ന ഇപ്പോൾ ഒരു MD എന്ന നിലയിൽ ഇപ്പോൾ 1000-ലധികം സ്റ്റാഫ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ 1000-ലധികം ആളുകളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ്. അതിൽ സാറ് സൂക്ഷിക്കുന്ന, ഞാനിത് എല്ലാ ഗസ്റ്റുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പീപ്പിൾ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സാർ അത് കൈകാര്യം ചെയ്യുന്നത്? ഇതിൽ പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടതില്ല. അവർ സെൽഫ് ഡ്രൈവ് ഉള്ള ആളുകളാണെങ്കിൽ അവർ സ്വയം മാനേജ് ചെയ്യപ്പെട്ടുള്ളൂ.
ഞാൻ പണ്ട് പറഞ്ഞൊരു എക്സാമ്പിള്, നമ്മൾ പശുവിനെ കറക്കുന്നത് പോലെയാണ് നമ്മളുടെ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുക. പശുവിനെ ആദ്യം കറക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് കറന്നെടുത്താൽ കുറച്ച് പാല് കിട്ടും. ഒന്നിത്തിരി തടവി ഒന്ന് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി പാല് ചുരത്തി തരും. പക്ഷെ എന്നാലും കുറെ പാൽ അതിനകത്ത് ബാക്കിയുണ്ടാവും. അപ്പോഴാണ് എൻ്റെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കറവക്കാരന് എൻ്റെ കുഞ്ഞിനെ അഴിച്ചിടുന്നത്, പശുവിൻ്റെ കിടാവിനെ അഴിച്ചിടുമ്പോൾ ഇത് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് പശു ഒറ്റയടിക്ക് കുറെ പാല് ചുരത്തി കൊടുക്കും. പിന്നെ ഈ കുഞ്ഞിനെ പിടിച്ചു മാറ്റിയിട്ട് അതും കൂടി കറന്നെടുക്കുന്നവരാണ് സാധാരണ കറവക്കാർ. ഇതുപോലെയാണ് ഓരോ എംപ്ലോയിയും. അവരിൽ ഓരോരുത്തരിലും എഫേർട്ട് ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. കൊടുക്കുന്ന ശമ്പളത്തിനുള്ളത് ആദ്യം കുറച്ച് ചെയ്തു കൊടുക്കും. എന്നാൽ ഇത്തിരി മോട്ടിവേഷനൊക്കെ ഉണ്ട്, എന്നിട്ട് ഇത്തിരി തടവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഒരു എഫേർട്ട് ഇടും. എന്നാൽ പിന്നെയും അയാളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. അത് അയാൾക്ക് ഇത് സ്വന്തമാണ് എന്ന് തോന്നുമ്പോൾ മാത്രമേ അയാൾ ഇത് ചെയ്യുള്ളൂ. ഓരോ കമ്പനിയിലും അത് എൻ്റെ കമ്പനിയാണ് എന്ന തോന്നലുണ്ടാവുന്ന സമയത്ത് ഒരു എംപ്ലോയിയും ചെയ്യുന്നൊരു എഫേർട്ടും ആ ഒരു ഇൻവോൾവ്മെൻറ്റും ഹാപ്പിലി ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ കെയർ ആൻഡ് ക്യൂറിൽ എത്രത്തോളം ആളുകൾക്ക് ഇത് എൻ്റെ കമ്പനിയാണ് എന്ന് തോന്നിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുവോ അതായിരിക്കും കമ്പനിയുടെ സക്സസ്. കെയർ ആൻഡ് ക്യൂറിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് എൻ്റെ കമ്പനിയാണ് എന്ന് കരുതുന്നവരുണ്ട്. അത് തന്നെ അവരാണ് ഈ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ പോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമേഴ്സ് ട്രസ്റ്റ് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതെങ്ങനെയാണ് നിലനിർത്താൻ കെയർ ആൻഡ് ക്യൂർ സ്വീകരിക്കുന്ന പോളിസീസ് എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സ് ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് ആ മരുന്ന് അത് തന്നെ അവിടുന്ന് തന്നെ വേണം എന്നുള്ളതുകൊണ്ടല്ല. കാരണം മിക്കവാറും മരുന്നുകൾ എല്ലാ ഫാർമസികളിലും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ അത് എങ്ങനെ സെർവ് ചെയ്യുന്നു, അവരുടെ പെയിനും അവർക്ക് ആവശ്യമായ അറ്റൻഷനും കൊടുക്കുന്നിടത്താണ് അവർക്ക് ആ ഫീല് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് കെയർ ആൻഡ് ക്യൂറിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലൈസ്ഡ് അറ്റൻഷനും അവരുടെ കൺസേണുകളും ക്വസ്റ്റ്യൻസും ഒക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയും അവരെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യുകയും ചെയ്യുന്ന എന്നുള്ളതാണ്. അപ്പോൾ കെയർ ആൻഡ് ക്യൂറിലെ ടീം മെമ്പേഴ്സ്, അവർ ഫാമിലി മെമ്പേഴ്സ് ഇതിന് പ്രത്യേകമായി തന്നെ ഒരു അറ്റൻഷൻ കൊടുക്കുകയും ആ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതിനേക്കാൾ അവരെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരുക്കി. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്സ് എടുക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. നമുക്ക് പിന്നെ ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പോൾ ആളുകൾ അവരുടെ ഒപ്പീനിയൻസ് തരികയും അത് മാനേജ്മെന്റ് അത് റിവ്യൂ ചെയ്യുകയും അതിനനുസരിച്ചിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് ആണ് ഈ ബിസിനസ്സിലുള്ളത്. കാരണം ഹീലിംഗ് പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിന് അപ്പുറത്തേക്ക് കെയർ ആൻഡ് ക്യൂർ ചെയ്യുന്ന സോഷ്യൽ സർവീസസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സാറ് നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് റിവീൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്? പേഴ്സണലി ഞാൻ കുറേയേറെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകളിൽ പാർട്ടാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ICBFൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. 2002 ഞാൻ അതിൻ്റെ MC മെമ്പറായിരുന്നു. 2007 കമ്മ്യൂണിറ്റി സർവീസിനുള്ള ഒരു അപ്രീസിയേഷൻ അവാർഡ് ICBFൻ്റെതായിട്ട് കിട്ടുകയുണ്ടായി. കെയർ ആൻഡ് ക്യൂർ എന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകളിലും അതേപോലെ കമ്മ്യൂണിറ്റി സർവീസ് ഉള്ള ഇവൻറ്റുകളിലൊക്കെ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഭാഗമാക്കാറുണ്ട്. നമ്മുടെ സ്റ്റാഫിനിടയിൽ തന്നെ ഈ ഒരു വിങ് തന്നെയുണ്ട് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിന് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, 25 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര യാത്രയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു യുവാവാണ്. ശരിക്കും ആ യുവാവിൻ്റെ കൂടെ ഉള്ള തുടക്കം തൊട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ? 25 വർഷമായി കമ്പനിയിൽ തുടരുന്ന ആദ്യത്തെ എംപ്ലോയി ഇപ്പോഴും കമ്പനിയിലുണ്ട്. പിന്നെയുള്ള ആളുകളെല്ലാം 20 വർഷത്തിന് താഴെയായിട്ട് പല മേഖലയിൽ വന്നു. ഇപ്പോഴും 18-19 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. 25 വർഷം ആദ്യത്തെ എംപ്ലോയി ഇപ്പോഴും പേര് മുഹമ്മദ് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ല. നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സഹയാത്രികനായിട്ട് ഇപ്പോഴും കൂടെ കൂടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളുണ്ട്. സാറ് പുതിയ തലമുറയിലെ ബിസിനസ്സുകാരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ഒരു വലിയ നല്ല വശവും അല്ലെങ്കിൽ ഒരു പോരായ്മയും സാറിനോട് ചോദിച്ചാൽ ഈ 2 വശം എങ്ങനെയാണ് സാറിന് പൂരിപ്പിക്കാൻ പറ്റുക?
ഇതില് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പൊതുവെ സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ കാണുന്ന കുറച്ച് പേരുകൾ ഉണ്ടാവും. അവർ തുടങ്ങി ഉടനെ തന്നെ അവർ ഫണ്ട് റേസ് ചെയ്യുന്നു, ആളുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നു, ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ വാല്യുവേഷൻ മേലോട്ട് പോകുന്നു, അവർ ഒരു മൾട്ടി മില്യൺ എന്റർപ്രൈസായി മാറുന്നു. ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജാണ്, സിംഗിൾ ഡിജിറ്റാണ് സക്സസ് റേറ്റ്. അല്ലാത്തതൊക്കെ തന്നെ അങ്ങനെ തന്നെ ഇല്ലാതായി പോകുന്നു. അപ്പോൾ ഓൺടർപ്രണേഴ്സ് ആവാൻ വേണ്ടി മുന്നോട്ട് വരുന്നവരിൽ 90% ആളുകൾ ഒന്നുമില്ലാതായിത്തീരുന്ന ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒരു ട്രെൻഡാണ്. പക്ഷെ അതേസമയം കുറച്ചുകൂടി ക്ഷമയോടുകൂടി തൻ്റെ ഉള്ളിലെ ഓൺടർപ്രണറിയൽ തിങ്കിങ്ങും നമ്മുടെ ബിസിനസ് ഐഡിയയും മണ്ണിൽ കുഴിച്ചിട്ട് അത് വളർന്നു വരാനാവശ്യമായ സമയം അതിന് കാത്തിരിക്കാൻ തയ്യാറാവുന്നവർക്കാണെങ്കിൽ കുറെ കൂടി സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. ഞാൻ സാധാരണ പറയാറ്, മൂലക്കിട്ടിരിക്കുന്ന ഒരു വിത്ത് മണ്ണിനടിയിലേക്ക് പോയി മണ്ണിൽ ആദ്യം കിട്ടുന്ന വെള്ളത്തുള്ളികളും അതിൻ്റെ റിസോഴ്സസും വെച്ചുകൊണ്ട് മേലോട്ടല്ല അത് വളരുന്നത്. അത് താഴെ മണ്ണിലേക്ക് കല്ലും മണ്ണും ചകഞ്ഞ് മാറ്റി അടിയിലേക്ക് വളർന്ന് അതിൽ നിന്നും ആവശ്യത്തിന് വേരോട്ടമായതിനു ശേഷമാണ് ആദ്യത്തെ ഇല കഷ്ടപ്പെട്ടുകൊണ്ട് ഈ മണ്ണിനെ തിക്കി നീക്കി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നീട് കുറേശ്ശെ ആയിട്ടാണ് ഇത് വളർന്നു വന്നതിന് ശേഷമാണ് അതിൽ ആദ്യത്തെ പൂവും കായും ഉണ്ടാവുന്നത് വരെ. അപ്പൊ അതുവരെയുള്ള ക്ഷമ ഉള്ളവർക്കേ അതിന് മേലോട്ട് വളരാൻ കഴിയുള്ളൂ. എത്രത്തോളം വേരുകൾ താഴോട്ട് താഴ്ത്താൻ തയ്യാറാവുന്നു അവർക്കാണ് അത്രത്തോളം മേലോട്ട് വളരാൻ കഴിയുന്നതും കാറ്റിൽ മറിഞ്ഞു വീഴാതിരിക്കുന്നതും. പലപ്പോഴും സംഭവിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി വളരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ സംഗതികൾ ഒരു വീട്ടിൻ്റെ മുറ്റത്തെ ഒരു ഗാർഡനിലുള്ള ചെടികൾ പോലെയാണ് അവർ പെട്ടെന്ന് വളരുകയും പൂവുണ്ടാവുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരൊറ്റ സീസണേ നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാറ്റിൽ ഇവർ തളർന്നു പോകും. അതാണ് പിന്നെ വലിയ കാട്ടുമരങ്ങളും വീട്ടിലെ ചെറിയ ചെടികളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആണെങ്കിൽ അവൻ ആദ്യം താഴോട്ടാണ് വളരുന്നത്, അവന് അതിനനുസരിച്ച് മേലോട്ട് വളരാൻ കഴിയും. നമ്മൾ ഓഫ് ദ മൈക്കിൽ സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക് കൊടുക്കാനുള്ള നീഡ്സും വാണ്ട്സും തമ്മിലുള്ള വ്യത്യാസം. സാർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? നമ്മളിപ്പോൾ അത് ബിസിനസ്സിന് മാത്രമല്ല, ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്ത്, ആഗ്രഹങ്ങൾ എന്ത് എന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിന് ആവശ്യമായ സംഗതികളും നമുക്കൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അത് തുടരുമ്പോഴോ ഉള്ള ആഗ്രഹങ്ങളും ഇതിനെ കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും, നമുക്ക് ടൈം ഉണ്ടാവും, നമുക്ക് മണി ഉണ്ടാവും. ഈ 3 സംഗതികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഉള്ള മിനിമം റിസോഴ്സസ് നമ്മൾ അത്യാവശ്യത്തിന് പ്രയോറിറ്റി ആദ്യം കൊടുക്കുകയും ആവശ്യങ്ങൾക്ക് അതിന് ശേഷം കൊടുക്കുകയും ആഗ്രഹങ്ങളെ പലപ്പോഴും നീട്ടിവെക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് തഴച്ചു വളരും. ഇതിനാദ്യം തന്നെ നമ്മൾ ഇപ്പം വീടിനെ ആദ്യം ഫൗണ്ടേഷനും കൃത്യമായ ചുമരുകളും ഉറപ്പുള്ള കോൺക്രീറ്റും സംവിധാനങ്ങളും ഒരുക്കുന്നതിന് പകരം അതെങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ അവസാനം പെയിന്റിങ്ങിൽ നമുക്ക് കാര്യമായി ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് കരുതുന്ന പോലെയാണ് പലപ്പോഴും ബിസിനസ്സുകാർ ചെയ്യാറ്, ചെറിയ തുടക്കക്കാർ പലപ്പോഴും ചെയ്യാറ്. ആളുകളുടെ മുമ്പിൽ അവർ കാണുന്നത്, അവരുടെ മുമ്പിലെ എൻ്റെ ഇമേജ്, അവരുടെ മുമ്പിലെ പ്രസൻറ്റേഷൻ, അതിന് കൂടുതൽ സമയമോ പൈസയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഒരു കാറ്റിൽ അത് പാറിപ്പോകും അല്ലെങ്കിൽ വലിഞ്ഞു പോകും. ഓക്കെ. ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റീൽസുകൾ. റീൽസും റിയലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാമെന്ന് നമ്മളെപ്പോഴും പറയും. ഇത്തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ആവശ്യമില്ലാത്ത റീൽസുകൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർക്ക് മിസ്ഗൈഡ് ചെയ്യുക, ആവശ്യമില്ലാത്തത് പറയുക. സാറിന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടോ? റീൽസും റിയൽസും അതിൽ ബിസിനസ്സുകാരെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയും. കാരണം അവര് ബിസിനസ്സുകാരാണെങ്കിൽ, കാരണം അവര് റിയൽ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് റിയലായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്തവരാണ്. അവർക്കിത് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ചിരി വരും. കാരണം ബിസിനസ്സുകാരൻ ആവാൻ ആഗ്രഹിക്കുന്ന പലരെയുമാണ് ഇങ്ങനത്തെ സംഗതികൾ പലപ്പോഴും മിസ്ഗൈഡ് ചെയ്യാറുള്ളത്. അവിടെ റീലുകൾ ഉണ്ടാക്കുന്നത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരെ തിരുത്താനോ അല്ലെങ്കിൽ ആളുകൾക്ക്
ഇഷ്ടമല്ലാത്തത് ആണ് സത്യമെങ്കിൽ അത് വിളിച്ചു പറഞ്ഞാലോ ഓഡിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന റീലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റിയലിസ്റ്റിക് ആവുന്നതിന് പകരം റിയലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പണക്കാരനാവാൻ ഉള്ള കുറുക്കു വഴി എന്ന് പറഞ്ഞ് റീൽ ഉണ്ടാക്കി അതിന് മില്യൺ വ്യൂ ആയിരിക്കും. എന്നാൽ സക്സസ് ഈസ് നോ, ദർ ഈസ് നോ ഷോർട്ട് കട്ട്. യു ഹാവ് ടു ബി റിയലി ഹാർഡ് വർക്കിംഗ്, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് വേദനയുണ്ട് അല്ലെങ്കിൽ എഫേർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അത്ര തന്നെ ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് വാസ്തവം. അതാണ് റീലും റിയലും തമ്മിലുള്ള വ്യത്യാസം. എളുപ്പ വഴിക്കാണ് റിയലിന് റീച്ച് കിട്ടുക അല്ലേ? ഒബ്വിയസ്ലി എളുപ്പ വഴികൾ. അത് മാത്രമല്ല, ആ ഒരു റീല് പോലും 1 മിനിറ്റിൽ കൂടുകയും ചെയ്യരുത്. ഈ 1 മിനിറ്റ് കൊണ്ട് പൈസ ഉണ്ടാക്കണം. അതാണ് 1 മിനിറ്റിന്റെ ഉള്ളിൽ അടുത്ത റീലിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് ജീവിതത്തിൽ ആദ്യം ചെയ്ത ബിസിനസ് എന്തായിരുന്നു? ഞാൻ ഇപ്പോൾ അടുത്തത് പറയുകയുണ്ടായി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ഉമ്മക്കൊക്കെ ഒരുപാട് പണികളുണ്ടാകുമ്പോൾ ഒരു ഹോളിഡേ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാൻ കുറേ കടലയൊക്കെ വറുത്ത് തരും. എന്നിട്ട് ഇത് ഞങ്ങൾ പറയും, ഓക്കെ പൈസ ഉണ്ടാക്കാനുള്ള പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഈ കടല കൊണ്ട് നടന്ന് വെക്കുന്നത് ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ട്. വഴികളിലൂടെ ഇങ്ങനെ വീടുവഴികളിലൂടെ ഒക്കെ ഇങ്ങനെ പോയി അതിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ കടല വിറ്റുകൊണ്ട് തുടങ്ങി. അങ്ങനെ കടല വിറ്റുകൊണ്ട് തുടങ്ങി. പിന്നീട് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് റബ്ബർ സ്റ്റാമ്പിൻ്റെ ശിവകാശിയിലുള്ളൊരു പ്രിൻറ്റിംഗ് പ്രസ്സിന് വേണ്ടിയിട്ട് ഏജൻസി എടുത്ത് അത് സെയിൽ ചെയ്തു. പിന്നീട് വാച്ച് വിൽക്കുമായിരുന്നു, ഇലക്ട്രോണിക് ഗുഡ്സ് വിൽക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് 22ാം വയസ്സിൽ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഫർണിച്ചർ മാനുഫാക്ചറുടെ ഏജൻ്റായിട്ടുണ്ട്. വാച്ച് വിറ്റിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ഇതുപോലെയുള്ള പല കച്ചവടം ചെയ്തിട്ടുണ്ട്. തുടങ്ങിയത് കടലയിലാണ്. ഇപ്പം അടുത്ത് കാരൻ ക്യൂറിന് നമുക്ക് ജാപ്സൺ എന്നുള്ള ഒരു ബ്രാൻഡുണ്ട്, ഇന്ത്യൻ സ്നാക്സ് കമ്പനിയുടെ. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റോറിൽ ഞാൻ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ടീമിനോട് ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളിതാ പീനട്സ് ഫ്രം ജാപ്സൺ വിൽക്കുന്നു. ഞാൻ അന്ന് വിറ്റ് തുടങ്ങിയത് കടലയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇപ്പോൾ വീണ്ടും കടലയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പത്തിലെ ബിസിനസ്സുകാരൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. അന്ന് മുതലേ ചെറിയ കച്ചവടങ്ങൾ എന്തെങ്കിലുമൊക്കെ വിറ്റ് തുടങ്ങുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ ഒരു ഓണ്ടർപ്രണർ ഉണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ ശ്രമിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റേജുകളിൽ നമുക്ക് ഇതിങ്ങനെ വരും. അത് എന്തെങ്കിലും കയ്യിൽ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് നമ്മൾ കണ്ടെത്തും. ഞാൻ ശരിക്കും സാറിന് നേരിട്ടറിയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാറിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ് ഭയങ്കര ഇഷ്ടമാണ്. പറയുന്ന വാക്കുകളാണെങ്കിലും ശരി, ശൈലികളാണെങ്കിലും ശരി. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊന്ന് കുറച്ച് സിംഗിൾ ഇൻഡിവിജ്വൽ വീഡിയോസൊക്കെ വന്നിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ 2-3 പോഡ്കാസ്റ്റുകളും കണ്ടിരുന്നു. എങ്ങനെയാണ് സോഷ്യൽ മീഡിയനെ ലൈഫിൻ്റെ എന്തൊരു ഭാഗമായിട്ടാണ് കാണുന്നത്? സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ എൻ്റെ ചില പേഴ്സണൽ ചോയ്സുകളുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് വന്നു, പിന്നെ ഒന്ന് ബാക്കോട്ട് അടിച്ചു. അങ്ങനെ എന്നോട് എപ്പോഴും കൂടുതൽ റീലുകൾ ചെയ്യണമെന്നും കൂടുതൽ ഇങ്ങനത്തെ ആക്റ്റീവ് ആവണമെന്നും ഒക്കെ പറയാറുണ്ട്. കുറേശ്ശെയായിട്ട് അതിൽ ഇൻവോൾവ് ആവുന്നു. കാരണം ഇതിലൂടെ നമുക്ക് പലർക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുവരെ വർഷങ്ങൾ കൊണ്ട് കടന്നുപോയ വഴികളിൽ കിട്ടിയ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഗുണമാവണമെങ്കിൽ അത് അതിൻ്റെ ഒരു നല്ല വശമാണ്. പിന്നെ ഇതിലൂടെ നമ്മൾ ഒരു ഷോ ഓഫിലേക്ക് ആയി പോകരുത്. ഇതിൽ കുറച്ച് ആളുകൾ വ്യൂവർഷിപ്പും സംഗതികളും വരുന്ന സമയത്ത് എൻ്റെ തലക്കുള്ളിൽ ഇതിനകത്ത് ഈ ഒരു അഹങ്കാരം കയറരുത് എന്നുള്ളതും കൂടി ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇത്തിരി കയറിപ്പോകുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് കൂടിയാണത്. ഒരുപാട് ദേഷ്യം വരുന്ന ഒരാളാണോ? ആയിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ കൺട്രോൾഡ് ആണ് എന്ന് എൻ്റെ ഭാര്യ അടക്കം പറയുന്നു. അത് ഒരു നല്ല കാര്യം. അതെങ്ങനെ സംഭവിക്കും? നമുക്ക് ദേഷ്യം വരുന്ന സംഗതി കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് സെറ്റിലായി വരുമല്ലോ. ഞാനത് സാധാരണ പറയുന്നൊരു സംഗതി 5 wives and 1 husband എന്ന് പറയുന്നൊരു സാധനം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്ത് എന്നുള്ളത് വാട്ട്, വൈ, വെൻ, വേർ, ഹൂ, ഇതാണ് 5 wives, 5 Ws. ആൻഡ് ഹൗ ഈസ് ദ ഹസ്ബൻഡ്. അപ്പോൾ ഇതിൽ ഏർലി ഇയേഴ്സിൽ നമുക്ക് എന്ത് എന്നുള്ളത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് അപ്പം തോന്നുന്നത് ഞാൻ അപ്പം അത് റിയാക്ട് ചെയ്യുക. അത് മറ്റേ ആളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, ഇതിൻ കൊണ്ടുണ്ടാവുന്ന റിസൾട്ട് എന്ത് എന്നതിലേക്കുള്ളൊരു ചിന്ത ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അത് എന്തിനാണ് പറയുന്നത്, എപ്പോഴാണ് പറയുന്നത്, എവിടെ വെച്ചാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്,
എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതുകൂടി വരുമ്പോൾ നമുക്ക് താനെ ഒന്ന് സെറ്റിൽ ആവാൻ കഴിയും. അപ്പം നമ്മളുടെ ഇമോഷൻസ് കുറേശ്ശെയായിട്ട് കൺട്രോൾഡ് ആയിട്ട് വരും. കാരണം ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ചിലപ്പം അത് ഒരു കാര്യം ചെയ്യുന്ന സമയത്തോ ഒരു കാര്യം പറയുമ്പോഴോ ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ഫൈനലി കിട്ടേണ്ട പ്രോഡക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഒരാളോട് പറയുമ്പോൾ അയാൾ ഇത് മനസ്സിലാക്കണം, അയാൾക്ക് എന്നോടൊരു വെറുപ്പുണ്ടാവരുത്, അയാൾക്ക് അതുകൊണ്ട് ആ ഒരു ഫൈനലി ഞങ്ങൾക്ക് ആ റിലേഷൻ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന ഉദ്ദേശം ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന കാര്യം ചിലപ്പം നമ്മൾ വേറെ മോഡിലോ വേറെ ടോണിലോ വേറെ ഭാഷയിലോ ഒക്കെ ആയിരിക്കും പറയുക. അത് കുറേശ്ശായിട്ട് പഠിച്ചു എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചൂട് കുറഞ്ഞു താനേ വരും. കാരണം പണ്ട് ഒരു വൈദ്യര് പശുവിനെ തല്ലാൻ പോയതുപോലെ എന്ന് പറയും. വീട്ടിൽ വാഴ കടിക്കാൻ വന്ന പശുവിനെ ഭാര്യ പറഞ്ഞു അതിനെ അടിച്ചോടിക്കുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വടിയെടുത്ത് അടിക്കാൻ ഓങ്ങിയപ്പം പെട്ടെന്ന് ഓർത്തു, ഞാൻ അടിക്കാൻ പോയ സ്ഥലത്തൊരു മർമ്മം ഉണ്ടല്ലോ, അവിടെ അടികൊണ്ട പശുവിന് പ്രശ്നമാണ്. അപ്പോൾ പുള്ളി അത് വേണ്ട, എന്നാൽ പിന്നെ അടുത്ത വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെയും മർമ്മമുണ്ട്. അങ്ങനെ പുള്ളിക്ക് പശുവിനെ അടിക്കാൻ പറ്റാതെ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വന്ന അടിക്കാനോ അല്ലെങ്കിൽ തെറി പറയാനോ ദേഷ്യം പിടിക്കാനോ വന്ന സമയത്ത് മർമ്മങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട നോക്കും. ഇപ്പോൾ ബിസിനസ്സുകാരനാണ്, കമ്മ്യൂണിറ്റി ലീഡറാണ്, ഒരുപാട് നേതൃത്വ നിരയിലുണ്ട്, അതോടൊപ്പം തന്നെ മികച്ചൊരു കുടുംബനാഥനാണ്. ഇപ്പോഴത്തെ കാലഘട്ടം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീപ്പിൾ മാനേജ്മെൻറ്റ് പോലെ തന്നെ സ്വന്തം മക്കളെ ഹാൻഡിൽ ചെയ്യാനും പേരൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഒരു പക്ഷേ ആ അഡ്വൈസ് ഞാനും കൊടുക്കും. ആദ്യത്തെ സംഗതി തിരുത്താണ്. മികച്ച കുടുംബനാഥനാണ് എന്ന കാര്യത്തിൽ എനിക്ക് അത് അഭിപ്രായമല്ല, എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും ആ അഭിപ്രായം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ എന്നെ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ അത്രയ്ക്ക് അവൈലബിൾ ആയിരുന്നില്ല എന്നതാണ്. കാരണം മക്കൾ വളർന്നു വരുന്ന സമയത്താണ് അവർക്ക് ഒരു പാരൻറ്റിൻ്റെ ഏറ്റവും സമയം വേണ്ടത്. ആ സമയത്ത് ഞാൻ ഓട്ടത്തിലായിരുന്നു. ഒന്ന് എനിക്കൊരു ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് എൻ്റെ ബിസിനസ് തുടങ്ങുന്ന സമയമായിരുന്നു. പിന്നെ ഇതൊക്കെ കൂടി തലയിലേക്ക് കയറുകയും നേരത്തെ പറഞ്ഞ ആ ഒരു അറഗൻറ്റ് ആൻഡ് ചൂടുന്ന സ്വഭാവവും ഒക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമയും അതിൻ്റെ ഒരു പ്രയാസങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അതിൻ്റെ റിപ്പയറിങ് സ്റ്റേജിലാണ്. അത് നേരത്തെ ഉണ്ടാക്കിയ ഡാമേജുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അലിഞ്ഞു വരികയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഇപ്പം ഞാൻ അവരോട് കുറെ കൂടി കാര്യങ്ങൾ ആ രീതിയിലല്ല സംസാരിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ ഡാമേജുകൾ പരമാവധി റിപ്പയർ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലുമാണ്. സ്മാർട്ട് വർക്കിൽ ഏറ്റുപറച്ചിലുകളാണ്. അതെ. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ പുതുതലമുറയിലെ പാരൻസിനോട് പറയാനുള്ളത് എന്താണ്? ഇപ്പോൾ സാറിൻ്റെ അനുഭവങ്ങൾ സാറ് പറഞ്ഞു. കാരണം ഞാനൊക്കെ വലിയൊരു ഒരു എൻ്റെയൊക്കെ ജേണിയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എവിടെ അവരോട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണം, അവർ നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നു. ഇതിൽ പാരൻസ് കുട്ടികളുടെ അടുത്ത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി എന്നുള്ള രീതിയിലായി പോകാറുണ്ട്. ഇത് രണ്ടിനും ഇടയിലാണ് ശരിയായ വഴി എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, കുട്ടികളുടെ ചിന്തകൾ അവരുടെ ആ സമയത്തെ മാനസികാവസ്ഥയിൽ ശരികളാണ്. അപ്പോൾ നിങ്ങളുടേതല്ല ശരി, ഞങ്ങളുടേതാണ് ശരി എന്ന് നമ്മൾക്കോ അല്ലെങ്കിൽ അവർക്കോ പറയാൻ പറ്റില്ല. ഇതിന് രണ്ടിനും ഇടയിൽ തന്നെയാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ അവരോട് പറയാറ്, നിങ്ങളുടെ ശരിയാണ്, യു ആർ റൈറ്റ്, ബട്ട് ദർ ഈസ് ഓൾവേസ് എ ബെറ്റർ റൈറ്റ്. അപ്പം റൈറ്റ് ഓർ റോങ് എന്നുള്ളതിന് അവിടെ ഒരു റിലവൻസ് ഇല്ല. ബെറ്റർ റൈറ്റ് എന്ത് എന്നുള്ളതും ഈ ബെറ്റർ റൈറ്റ് അക്കോർഡിംഗ് ടു വാട്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പാരൻസിൻ്റെ അടുത്ത് കുട്ടികൾക്ക് ഇത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ എന്ന് പറയുന്ന സമയത്ത് യു ആർ റൈറ്റ്, ഓക്കെയാണ്. പക്ഷേ അതിന് ഇന്ന സംഗതികളുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ഒരിക്കൽ ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വയനാടൻ ചുരത്തിൽ ഒരു വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് മേലോട്ട്, പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരുന്ന ഒരാൾ മേലോട്ട് കയറി പോവുകയാണ്. മേലെ നിന്ന് ഇറങ്ങി വരുന്ന ആൾ നമ്മളോട് പറയുകയാണ്, 4ാമത്തെ വളവിൽ ബ്ലോക്കാണ്, നിങ്ങൾ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ അവിടെ പെടും, ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഊടുവഴിയുണ്ട്, അത് കുറച്ച് ലെങ്തിയാണ്, എന്നാൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള വളവിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വൈ ഷുഡ് ഐ ലിസൺ ടു ഹിം എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ല ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് ഇതാണ്, എനിക്കറിയാം ഇതിലെ പോയാൽ എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുമോ അതോ
അയാളെ അത് കണ്ടിട്ടുള്ളൂ, എനിക്കറിയില്ല ബ്ലോക്ക് ഉണ്ട് എന്ന് അയാൾ പറയുന്നു. അവിടെ ചെന്ന് പെടുന്നതിനേക്കാളും നല്ലത് ഇപ്പുറത്തൂടെ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡൈവേർഷൻ എടുത്തിട്ട് പോകും. ഇതാണ് ലൈഫ്. നേരത്തെ ആ വഴികളിലൂടെ കടന്നു വന്ന ഒരാൾ പറയാണ് അവിടെ ബ്ലോക്ക് ഉണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിലൂടെ കടന്നു പോവാത്ത ഒരു കുട്ടി അത് ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ ചില സമയങ്ങളിൽ പോയതിന് ശേഷം ചിലപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അപ്പോഴത്തേക്ക് ബ്ലോക്ക് മാറിയിട്ടുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ഒരുപാട് കേസുകളിൽ ഈ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ പറയുന്ന ആളും അത് എങ്ങനെ പറയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ട് എന്നുള്ളത് മാത്രം പോരാ എന്നുള്ളത്. പറയേണ്ടത് ആ കുട്ടികളെ അതിനനുസരിച്ചിട്ട് ഒരുക്കിയതിന് ശേഷം പറയുമ്പോൾ അത് എഫക്റ്റീവാണ്. ഇതൊരു പെരുങ്കൊല്ലൻ ഒരു കത്തി ഉണ്ടാക്കുന്നത് പോലെയാണ്. ഒരു പെരുങ്കൊല്ലൻ ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് അതിൻ്റെ മുകളിൽ ഹാമർ വെച്ചടിച്ചാൽ അത് കത്തിയായി മാറില്ല, അത് പരക്കുകയോ ഒന്നും ചെയ്യില്ല. അത് പെട്ടെന്ന് ഹാമർ തെറിച്ചു പോരുക എന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആദ്യം ഇത് ഒലയിലിട്ട് ചൂടാക്കി ചുവന്ന് ഇനി ഹാമർ കൊണ്ട് അടിച്ചാൽ അത് പരക്കും എന്ന സ്ഥിതിയിലായതിനു ശേഷമേ അയാൾ ഹാമർ എടുക്കുള്ളൂ. നമ്മളെ കുട്ടികളെ ഉപദേശിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ചില സമയത്തൊക്കെ കുട്ടികളെ ഉപദേശിക്കുന്നതിനെ ഈ ടോർച്ച് അടിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. നമുക്ക് ഇരുട്ടത്ത് നിൽക്കുന്ന ഒരാളുടെ വഴി കാണിച്ചു കൊടുക്കാൻ അയാൾ കണ്ണുകൊണ്ടാണ് കാണുന്നത്, എൻ്റെ ടോർച്ചിലുള്ളത് വെളിച്ചമാണ്, അയാൾക്ക് വേണ്ടത് വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് ഈ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചിട്ട് കാര്യമില്ല. കണ്ണിലേക്ക് ടോർച്ച് അടിച്ചാൽ അതുവരെ കണ്ട ഒരു ചെറിയ കാഴ്ച പോലും മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾ ഉപദേശിക്കുന്നത് അതുപോലെയാണ്. കണ്ണിലേക്ക് ടോർച്ച് അടിക്കുന്നത് പോലെ ഉപദേശിക്കുന്നത് ഞാൻ സഹായിക്കല്ലേ, പക്ഷെ കേൾക്കുന്നവൻ ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് വരിക. ചെയ്യേണ്ടത് അയാളുടെ ഭാഗത്തേക്ക് നിന്ന് എവിടേക്കാണോ അയാൾക്ക് പോകേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത് അവിടേക്ക് വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശരിക്കും കാണാം. ഈ രീതിയിൽ ഉപദേശിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ ലെവലിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും, അവരത് അംഗീകരിക്കുകയും ചെയ്യും. കാരണം അവരുടെ ഭാഗത്ത് നിൽക്കണം ആദ്യം. ആ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവും. അത് ഒരു ടിപ്പിക്കൽ ഉപദേശം രീതിയല്ല, അതാണ് കൈൻഡ് ഓഫ് മെന്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന സാധാരണഗതിയിലുള്ള പഴയ മോഡൽ ഉപദേശങ്ങൾ മാറ്റിയിട്ട് മെന്ററിങ്ങിലേക്ക് നമ്മൾ മാറും. പാരന്റിങ് മെന്ററിങ് കൂടിയായിരിക്കും. ഓക്കെ, മനോഹരമായ ഒരാശയം. ഇവിടെ ഖത്തറിൽ വന്നിട്ട് മറക്കാൻ പറ്റാത്തൊരനുഭവം നമ്മളെല്ലാ അതിഥികളോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. മറക്കാൻ പറ്റാത്ത ഒരനുഭവം, ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്? കോവിഡ് കാലഘട്ടത്തിലെ എൻ്റെ 2 കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ വരുമ്പോൾ പറയുക. ഒന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാ ആളുകൾക്കും, എൻ്റെ വൈഫിനും മക്കൾക്കുമൊക്കെ കോവിഡ് വന്നു. അവരൊക്കെ ഖത്തറിലെ നമുക്കറിയാം ഹോട്ടലുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ മാത്രമാണ് അന്ന് പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരിത്തിരി അഹങ്കരിച്ചു, ഞാൻ ഹെൽത്തിയാണ് എന്ന് അന്ന് നിൽക്കുന്ന സമയത്താണ് എനിക്കിത്തിരി ത്രോട്ടിന് ഇഷ്യൂ വരുന്നതും. ഞാൻ ഡോക്ടറെ ചെന്ന് കാണുന്നു, പുള്ളി കോവിഡ് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെയും 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും സിംറ്റംസ് കൂടിയപ്പോൾ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവാണ്. അപ്പോഴത്തേക്ക് ഇത് ഞാൻ വല്ലാതെ വേഴ്സായി കഴിഞ്ഞു. പിന്നീട് എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റി സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഞാൻ അഡ്മിറ്റ് ആവുകയും ചെയ്തു. CDCയിലാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെൻറ്ററിലാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. അവിടെ 8 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് നോർമലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എഫക്റ്റീവ് ആവാതെ വന്ന സമയത്ത് പ്ലാസ്മ കയറ്റുകയും അങ്ങനെ ഒരു നല്ല സിവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്ക് 8 ദിവസം ഒരു റൂമിനകത്ത് ആ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടന്ന സമയത്ത് എൻ്റെ തലക്കകത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിപ്പോയി. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ആർക്കും വന്ന് കാണാൻ കഴിയില്ല, എനിക്ക് ആരെയും കാണാൻ കഴിയില്ല. ഫാമിലിയും അവരറിഞ്ഞതുപോലുമില്ല, കാരണം ഞാൻ അവരെ അറിയിച്ചതുമില്ല, കാരണം അവരെന്നെ ആൾറെഡി ഇതിലാണുള്ളത്. രണ്ടാമത്തെ എക്സ്പീരിയൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. കോവിഡ് സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ ക്രൈസിസിലായി. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഒബിയസ്ലി നമ്മുടെ ഫാർമസി ബിസിനസ് ആണെങ്കിൽ നമുക്ക് നടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അപ്പം സ്റ്റാഫ് രോഗികളായി മാറുന്ന സമയത്ത് അവരെ മാറ്റുകയും അവർക്ക് പകരം ആളുകളെ വെക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിനോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോയിൽ വരാൻ പോകുന്ന വലിയ ചാലഞ്ചുകൾ, കാരണം ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, ഒരുപാട് ഔട്ട്ലെറ്റുകളും സ്റ്റാഫുകളും ഉണ്ട്. ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ടീമിലെ മാനേജേഴ്സിനെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് സഫിഷ്യൻറ്റ് ക്യാഷ് റിസർവ് ഇല്ല, എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ചിലപ്പം എനിക്ക് ആരെയും പിരിച്ചുവിടണമെന്നോ ആരുടെയും ശമ്പളം കുറയ്ക്കുകയോ നമ്മളുടെ അജണ്ടയിലേ ഇല്ല.
ഒരു മാസത്തെ മുഴുവൻ എക്സ്പെൻസുകൾക്കും ആവശ്യമായ ഫണ്ട് റിസർവ് ആയിട്ട് എനിക്ക് മാറ്റിവെക്കണം. അതിനുള്ള ഒരു വഴി ഞാൻ കാണുന്നത് എല്ലാവരുടെയും ഒരു മാസത്തെ ശമ്പളം ഞാൻ ഹോൾഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ ആ ഒരു മാസത്തെ ശമ്പളം ഒറ്റയടിക്ക് അടുത്ത മാസം ശമ്പളമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല. ഞാൻ ഈ മാസത്തെ ശമ്പളം ഒരാഴ്ച ഡിലേ ആക്കും, അടുത്ത മാസത്തെ ശമ്പളം വീണ്ടും ഒരാഴ്ചയും കൂടി ഡിലേ ആക്കും. അങ്ങനെ 4 മാസം കൊണ്ട് ഞാൻ ഒരു മാസത്തെ ശമ്പളം നിങ്ങളിൽ നിന്ന് ഹോൾഡ് ചെയ്യും. ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ച് പഴയതുപോലെ ആക്കുകയും ചെയ്യാം. ഇത് ഞാൻ മാനേജേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സെപ്പറേറ്റ് മീറ്റിംഗ് വിളിച്ച് അവരുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു. അവരൊക്കെ കൂടുതൽ വലിയ ടഫായിട്ടുള്ള മെഷേഴ്സ് വരുമെന്ന് പേടിച്ചിരുന്നപ്പോൾ അവർക്ക് കംഫർട്ടബിളായി, വല്ലാതെ ബാധിക്കില്ല, അവർ ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു ഇത് വളരെ കൊടുങ്കാറ്റുള്ള ഒരു കടലിലൂടെ കപ്പലോടിക്കുന്ന സിറ്റുവേഷനാണ്. അവിടെ നിങ്ങൾ ക്യാപ്റ്റനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈ കടലിൽ കടന്നു പോകാൻ പറ്റും. അതല്ലെങ്കിൽ ക്രൈസിസാണ്. ഒരുപാട് കമ്പനികൾ ക്രൈസിസിലാണ്, ഒരുപാട് പ്രശ്നങ്ങൾ പലരും ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അത് ബേഴ്സാവും. അവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നു. അപ്പോൾ എൻ്റെ ചരിത്രത്തിൽ 25 വർഷത്തെ ഏറ്റവും പെർഫോമിങ് ഇയർ എന്ന് പറയുന്നത് 2021 ആയിരുന്നു. ഏറ്റവും കൂടുതൽ റവന്യൂവും പ്രോഫിറ്റും ഉണ്ടാക്കിയ വർഷവും അത് തന്നെയായിരുന്നു. അത് അന്ന് ആ ടീം എൻ്റെ കൂടെ അത്രയും സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. അപ്പോൾ കെയർ ക്യൂറിൻ്റെ ഫാമിലി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയെടുക്കുന്നതിൽ ആ കോവിഡ് എക്സ്പീരിയൻസ് സഹായിച്ചിട്ടുണ്ട്. ഒപ്പം സ്റ്റാഫിൻ്റെ സപ്പോർട്ട്, ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവരോടൊപ്പമുള്ള എൻ്റെ എക്സ്പീരിയൻസ്. അതാണ് ആക്ച്വലി കെയർ ആൻഡ് ക്യൂർ സ്റ്റാഫാണ് ഇപ്പം കെയർ ആൻഡ് ക്യൂർ റൺ ചെയ്യുന്നത്. കെയർ ആൻഡ് ക്യൂർ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, സ്വന്തം ഫാമിലിയെ കുറിച്ചുകൂടെ. ഭാര്യ, 4 മക്കൾ. ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ വൈഫും മക്കളും മാത്രമല്ല, ഉമ്മയുണ്ട്. ഉപ്പ 22 വയസ്സായ സമയത്ത് തന്നെ മരിച്ചു. ഇപ്പം 48 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അനിയൻ എൻ്റെ പാർട്ട്ണർ കൂടിയാണ്, പക്ഷേ അവൻ നാട്ടിലാണ് ചെയ്യുന്നത്. അപ്പം നാട്ടിലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട്. എൻ്റെ മക്കളിൽ 4 പേരും പെൺകുട്ടികളാണ്. മൂത്ത മകൾ ഇപ്പം കെയർ ആൻഡ് ക്യൂർ ഗ്രൂപ്പിൻ്റെ HR ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകളും മരുമാനും ഡോക്ടറാണ്. അവർ UK ഹയർ സ്റ്റഡീസും ജോലിയുമായിട്ട് മുന്നോട്ട്. മൂന്നാമത്തെ ആൾ ഞങ്ങളുടെ സൗദി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നു. മോളും ഹസ്ബൻഡും അവിടെയാണുള്ളത്. ചെറിയ മോള് ഇവിടെ UDST ഡിഗ്രി 3rd ഇയർ. എന്തായാലും 25 വർഷത്തെ ഒരു നീണ്ട ബിസിനസ് ചരിത്രമോ പേഴ്സണൽ ലൈഫൊന്നും ഈ അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയിട്ടും കുറച്ചധികം നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു, ഒരുപാട് സംസാരിച്ചു. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കിയ കെയർ ആൻഡ് ക്യൂർ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക് യാത്ര ഇങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.